ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. വോക്ക് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തികളെക്കുറിച്ചും അന്തരാത്മാവിനെക്കുറിച്ചും സ്വർഗരാജ്യം പണിയുന്നതിനെക്കുറിച്ചും കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവ് ഭൂമിയിൽ വന്ന് എന്തിനാണെന്ന് വ്യക്തമായിട്ടും യേശുക്രിസ്തു ഈ മലയുടെ മുകളിൽ നിന്ന് വചനം കൊണ്ട് മനസ്സിലാക്കിച്ചു കൊടുത്തു. ഓർക്കണേ, യേശുക്രിസ്തു മലയുടെ മുകളിലിരിക്കും 12 കർത്താവ് ഇരുന്നു എന്നാണ് പറയുന്നത്. അന്ന് റബ്ബോണിക് പണ്ഡിതന്മാർ, അതായത് അവരുടെ പുരോഹിതന്മാരും തോറയുടെ പണ്ഡിതന്മാരും ഇരുന്നാണ് വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ധൃതിയില്ല, ഒന്നിനും ധൃതിയില്ല. തെറ്റു ടൈം ആൻഡ് ടോട്ട് ദം. അതുപോലെ തന്നെ യേശുക്രിസ്തു മലയുടെ മുകളിൽ ഇരിക്കുകയാണ്. 12 ശിഷ്യന്മാർ കൂടെ വന്ന് യേശു ഇരിക്കുന്നത് കണ്ട് അവരും ഇരിക്കുന്നു. അപ്പോൾ ക്രൗഡും ഇരുന്നു. എല്ലാ ആളുകളും യേശുവിൻ്റെ വചനം കേൾക്കാൻ വളരെ സാവകാശത്തിലിരിക്കുമ്പം സ്വർഗരാജ്യം എങ്ങനെയാണ് പണിയേണ്ടതെന്ന് പറയുമ്പോൾ അന്തരാത്മാവിന് അകത്തെ മനുഷ്യനെക്കുറിച്ചാണ് മുഴുവനും സംസാരിച്ചത് യേശുക്രിസ്തു. കാരണം അകത്തേത് ശരിയായ പുറത്ത് ശരിയാകുമല്ലോ. ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവാണ് നമ്മുടെ ദേഹിയെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പാപം വന്നതോടുകൂടി ആത്മാവില്ലാതെയായി. പിന്നെ ദേഹി സ്വന്തം ഇഷ്ടത്തിന് ഏത് ദുഷ്ടാത്മാക്കളൊന്നും അതിനനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. മഹദിയാം ബാബിലോൺ ഉണ്ടാക്കുന്നവരായി മാറി. കുടുംബങ്ങളിലും ദേശത്തും മനുഷ്യരിലും സമാധാനമില്ലാതെ യേശു വന്നതോടുകൂടി സ്വർഗരാജ്യം പണിയാൻ വേണ്ടി ദൈവരാജ്യത്തിൻ്റെ ഉടമസ്ഥനായ യേശു കടന്നു വന്ന് നിന്നിട്ട് മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ സ്നാപനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാം. എന്തിനാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവീകമായ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അന്തരാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമെന്ന് ദൈവം പറയുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ഗോഡ് സ്പീക്സ്. ദാറ്റ്സ് വെയർ ഗോഡ് ഈസ് ഡിപ്പോസിറ്റഡ്. ദാറ്റ്സ് വെയർ വി കം ടു നോ ഹൂ വി ആർ. ദൈവത്തിൽ ആരെയെന്ന് മനസ്സിലാക്കാതെ, അതായത് കുരങ്ങൻ്റെ കൊണ്ട് മാല കൊടുത്താൽ എന്നാ ഗുണമാണ്? അവൻ കുറച്ചു നേരം നോക്കി വെച്ച് വലിച്ചെറിഞ്ഞ് ദൂരക്കളി. അതുപോലെയല്ലേ, ദൈവം തരാഞ്ഞിട്ടല്ല, ദൈവം ഇഷ്ടം പോലെ തരുന്നത് ദൈവമാണ്. പക്ഷെ തരുന്നത് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ തന്ന ദൈവത്തെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചീത്ത പറയും. ഒരമ്മ വിളിച്ചേച്ച് പറയായിരുന്നു, അവരുടെ മകൻ ഇപ്പം വളരെ മോശമായിട്ടാണ് നടക്കുന്നത്, അവരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ. ഒരു കാലത്ത് ഒത്തിരി സൗകര്യവും പണമുള്ളവനായിരുന്നു. ആ ടൈമിൽ ദൈവം പണം കൊടുക്കാഞ്ഞിട്ടാണോ? ആ കൊടുത്ത സമയത്ത് ദൈവത്തെ അറിഞ്ഞോ, അതോ ദൈവത്തിൽ നിന്ന് മാറിപ്പോയോ? പിന്നെ ഇപ്പം നമ്മൾ ഈ ലോകപ്രകാരമായി ഉണ്ടാക്കി വെച്ചത് മുഴുവനും കല്ലിന്മേൽ കല്ല് നിൽക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം പൊളിച്ചു പണിയുമ്പം പുറകിൽ നിന്ന് കരയുന്ന ആരാന്നറിയാമോ? അമ്മ. ബാക്കിയുള്ളവരാരും കൂട്ടുന്നില്ല, എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങി. ഒരു കാലത്ത് കാശുണ്ടാക്കിയപ്പോൾ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞവൻ ഇപ്പം മനുഷ്യൻ്റെ മുമ്പിൽ കള്ളുകൂടിയനും വെറിയനുമായി മാറുന്നത് കാരണം ആത്മാവിലല്ല പണിതത്, വീട് പണിതത്. അപ്പോൾ എന്ത് ചെയ്താലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിലനിൽപ്പ് നമ്മളിൽ ഇല്ല എങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെറുതെയാണ്. ആ ടൈമിൽ കരയാൻ ഒരാളേ ഉള്ളൂ, അമ്മമാർ. എല്ലാവരെല്ലാം ഇട്ടു അമ്മമാർ കരയും. കാരണം അവർക്ക് നിത്യരക്ഷ കിട്ടുന്നിടം വരെയും ഒരമ്മയുടെ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അമ്മ മറന്നാൽ പോലും അമ്മമാരും മറക്കും. പക്ഷെ മറക്കാൻ സാധ്യത കുറവുള്ളവർ അമ്മയാണ്. അമ്മ മറന്നാൽ പോലും ഞാൻ മറക്കത്തില്ല. യേശു മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണണേ. യേശു വന്ന് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ആത്മാവിൽ നടക്കണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്: അതിനാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പം ആദ്യം അങ്ങനെ ചെയ്യുന്നവരെ കേൾക്കുന്നത് എൻ്റെ ദേഹത്തൊന്ന് ഭാരം അഴിഞ്ഞു പോയെന്ന് പറയും. കാരണം ഈ പാപത്തിനൊരു ഭാരമുണ്ട്, ഭയമുണ്ട്. മറ്റുള്ള മുമ്പിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാനും ചെയ്തെടുക്കാനും കഴിവില്ല. അപ്പോൾ ഈ ഭാരങ്ങൾ ഈ പലപ്പോഴും കാണുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചെളി ഇങ്ങനെ ഉണങ്ങിയിരിക്കത്തില്ലേ, കണ്ടത്തിലെ ചെളി കൊണ്ട് നമ്മുടെ ദേഹത്തെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് പിന്നെ കർത്താവിൻ്റെ സാന്നിധ്യം വരും ഉടഞ്ഞങ്ങ് പോകുന്നേ കാണാം. അകത്തെ മനുഷ്യനുണ്ട്, പക്ഷേ ബലമില്ലാത്ത മനുഷ്യൻ. പക്ഷെ ഞാൻ പറയുന്ന അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ. നിൻ്റെ അകത്തെ മനുഷ്യന് ജീവനില്ല എങ്കിൽ നിന്നെ സ്വർണം കൊണ്ട് പണിത് വെച്ചാലും അല്ല ക്രിസ്റ്റൽ അല്ല ഡയമണ്ട് കൊണ്ട് വസ്ത്രം എടുത്തു വെച്ചാലും ഒരു ഗുണമില്ല. പക്ഷേ അകത്തെ മനുഷ്യൻ പുഷ്ടിയുള്ളവനാണെങ്കിൽ അതിൻ്റെ കൂടെ നീ ശോഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അതിൽ കൂടെ കടന്നു വരും. അന്നേരം നമുക്ക് പ്രഷ്യസ് സ്റ്റോൺസ് തന്നെ ദൈവം തരും. കർത്താവിന് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ നിൻ്റെ അകത്തെ മനുഷ്യന് ജീവനില്ലെങ്കിൽ എന്നാ കൊണ്ട് മൂടിയാലും ഒരു പ്രയോജനവുമില്ല. കർത്താവ് പറയുന്ന കർത്താവിലായി
കഴിയുമ്പം പരിശുദ്ധാത്മാവ് വരുമ്പം ക്രിസ്തുവിലേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്താണ്? ജീവൻ്റെ ആത്മാവെന്ന് പറയുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവല്ലേ? വേറെ പല ആത്മാക്കളുണ്ട്. അന്ധകാരശക്തി പല രൂപത്തിൽ പല പേരിൽ വരും. ശ്രദ്ധിച്ചോണം. ഒരൊറ്റ ആത്മാവേ സത്യാത്മാവുള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. ആ ജീവൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മളെ സത്യത്തിൽ നടത്തും. ജീവൻ്റെ ആത്മാവിന് വേണ്ടി ചോദിക്കണം, ആഗ്രഹിക്കണം. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും, നമ്മൾ ഈ ഭൂമി കാണിക്കുന്നതെല്ലാം ലോകപ്രകാരമായിട്ട് ചെയ്യുന്നത് പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കുമ്പം പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നത് നിത്യമായ രക്ഷയിലേക്കും നിത്യമായ ഭവനം പണിയുന്നതിലേക്കുമാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ഇത് സ്വാതന്ത്ര്യം എനിക്കുള്ളത് ക്രിസ്തുവേശുവിലാണ്. എങ്ങനെയാണ്? ക്രിസ്തുവേശുവിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ വല്ലവരും അല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അവനവൻ്റെ ഉള്ളിലെ അന്തരാത്മാവ് പറയും നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന്. ഞാനിപ്പോൾ എനിക്ക് പിള്ളേരുണ്ട്, എനിക്ക് എൻ്റെ മോളുമുണ്ട്, കൊച്ചുമക്കളുമുണ്ട്. അവരൊക്കെ വളരെ മോഡസ്റ്റായിട്ട്, അവർ അമേരിക്കയിലാണ്, വളരെ മോഡസ്റ്റായിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. എൻ്റെ കൊച്ചുമോളാണെങ്കിൽ കൈയില്ലാത്ത ഉടുപ്പ് പോലും ഇടൂല. വസ്ത്രമിടാതെ നടക്കുന്ന ഒരു ലോകത്തിൽ അങ്ങനെ ഒരാത്മാവിൽ അത്രമാത്രം ചെയ്യണം എന്നുള്ള ഒരു ദൃഢത അവൾക്ക് കിട്ടുന്നത് പാരമ്പര്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ട്. അതൊക്കെ വലിയ ഭാഗ്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പാസ് ചെയ്യണം. ബിക്കോസ് ഒരു പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ അത് നിറഞ്ഞ് തുളുമ്പി ഒഴുകും. ആ തുളുമ്പി ഒഴുകുന്നത് അത് മക്കളിലേക്കും മരുമക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും വീഴാതിരിക്കും. പ്രകൃതി നിയമമാണല്ലോ, മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകുമല്ലോ. അങ്ങനെയെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടേ, അമ്മാപ്പന്മാരോട് പറയുന്നു, നിങ്ങളുടെ മക്കൾ മാറി നിൽക്കുന്നെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടേ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ അവരുടെ മകനെക്കുറിച്ച് വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് കംപ്ലയിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പരാതി പറയുന്നത് നിർത്തിവെച്ച് ജീവൻ്റെ പാലാകുന്ന ദൈവവചനം കൊണ്ടും ജീവൻ്റെ വെള്ളം കൊണ്ടും കർത്താവിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തം കൊണ്ടും അവനെ കഴുകിക്കൊണ്ടങ്ങിരിക്കാൻ പറഞ്ഞു. ഒരു കല്ലിൻ്റെ പുറത്ത് പോലും നിത്യമായിട്ട് വെള്ളം ഡ്രിപ്പായിട്ട് വീണാൽ ആ കല്ല് പോലും സോഫ്റ്റാകും. ശരിയല്ലേ? കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ കല്ലിൻ്റെ പുറത്ത് വെള്ളം വീഴുന്നിടത്ത് ആ വെള്ളം വീഴുന്ന ഭാഗം കുറച്ച് കഴിയുമ്പോൾ വളരെ കഴിയുമ്പോൾ സോഫ്റ്റായിട്ട് രൂപം ഒരു ചെറിയ കുഴിയുണ്ടാകും. അതെന്തൊരു സോഫ്റ്റ് അവിടെ നമ്മളെ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കല്ല് പോലുള്ള ഹൃദയം മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. ആത്മാവിൽ ജീവിക്കുവാൻ പഠിക്കുക. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനം. ക്ലിയറായിട്ട് എഴുതിയിട്ടില്ലേ? ജഡസ്വഭാവമുള്ളവൻ. അതുകൊണ്ടാണ് ജഡത്തിൽ ജീവിക്കുന്ന മക്കളോട് നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാനൊക്കത്തില്ല. അപ്പം നമ്മൾ ഒത്തിരി വേദനിച്ച്, ഇപ്പം ദൈവവചനം അറിയുന്നവർ തന്നെയായിട്ട് നമ്മൾ ഒത്തിരി പേര് നമ്മുടെ മക്കൾക്ക് ഭാരമായിരിക്കാം, അല്ലെ ഭർത്താവിന് കടമായിരിക്കാം, എന്തെങ്കിലും പ്രശ്നം. നമ്മൾ ആ ഭാരം ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് എന്ന് പറഞ്ഞാലും അവരുടെ തലയിൽ കയറത്തില്ല. ബിക്കോസ് ഇതൊരു മല പോലെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് എംബഡഡ് ആൻഡ് അതിനകത്ത് നമ്മുടെ വേദന കൊണ്ടിങ്ങനെ ഹൃദയം വെങ്ങിക്കൊണ്ടിരിക്കുമ്പം എന്നെ പറഞ്ഞാലും തലയിൽ കയറത്തില്ല. പക്ഷെ ക്രമേണ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമെങ്കിൽ അവരുടെ കൂടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ചില വചനങ്ങൾ, ഒരെണ്ണം മതിയല്ലോ, ചില വചനം അവരുടെ അകത്ത് ചെല്ലും. അത് ആഴമായിട്ട് ചെല്ലും. അത് നല്ല നിലത്ത് വീഴും, അത് കിളുക്കും. ആ കിളുക്കുന്ന വൃക്ഷം ഒരിക്കലും നശിച്ചു പോകത്തില്ല. എത്ര എണ്ണം വളർത്തിയിട്ടുണ്ട് നമ്മൾ, എത്ര പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്ര മക്കളിൽ കേട്ടില്ലേലും വചനം അയച്ചുകൊണ്ടേയിരിക്കാമെന്ന് പറഞ്ഞ് അയക്കുന്ന എത്ര അമ്മയപ്പന്മാരുണ്ട്. വഴിതെറ്റിപ്പോയ പെൺമക്കൾ തിരിച്ചു വരുന്നിടം വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുന്ന എത്ര പേരുണ്ട്. അതാണ് ജഡത്തിൻ്റെത് മുഴുവനും മരണത്തിലേക്ക് നീക്കുമ്പം ആത്മാവുള്ളത് ജീവനും സമാധാനം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ ജഡീകരായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. പുറമേ കാണുന്ന വ്യക്തിയല്ല, നിൻ്റെ അകത്തെ മനുഷ്യൻ്റെ ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഗലാത്യർ ലേഖനം 5:16 ഇങ്ങനെയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. ജഡത്തിൻ്റെ എന്തൊക്കെയാണ്?
ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഏതൊക്കെയുള്ളത്. ഒന്ന് ദുർനടപ്പ്, പിന്നെ ദുഷ്കാമം, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഇതാണ് ജഡത്തിന്. ഏതെങ്കിലും ഒരെണ്ണം കാണും. ഒരെണ്ണം മറ്റേതിനെ എല്ലാത്തിനും വലിച്ചു കൂട്ടും. എന്നാൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും, എല്ലാ ന്യായപ്രമാണം ഇതിനകത്ത് ഇടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഗിരിപ്രഭാഷണം പറയുമ്പോൾ 10 കൽപ്പന മുഴുവനും സോഫ്റ്റാക്കി അല്ലെങ്കിൽ മൃദുവാക്കി ക്രിസ്തു വേറൊരു രൂപത്തിൽ പറഞ്ഞു തരിക ചെയ്തു. ന്യായപ്രമാണം എടുത്തു കളയല്ല, പക്ഷെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല എന്ന് പറയുമ്പം ന്യായപ്രമാണത്തിൻ്റെ ഫൗണ്ടേഷനിൽ പണിത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കൃപയുടെ ഫൗണ്ടേഷനിൽ കയറുക. പിന്നെ ബലഹീനത അറിഞ്ഞോ അറിയാതെയോ വരുന്നതിനെ കഴുകിക്കളയാൻ അവൻ്റെ രക്തത്തിന് സാധിക്കും. തൻ്റെ രക്തത്താൽ കഴുകാൻ വയ്യാത്ത ഒരു പാപവുമില്ല. ആത്മീകൻ എന്നും ദൈവസന്നിധിയിൽ അനുദപിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജഡം കയറി വരും. പിന്നെ ദൈവത്തിന് മനസ്സിലാകും മരണത്തോളം. എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ ജീവിതത്തിലെ ഓരോന്നും എന്നെ ടച്ച് ചെയ്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം എൻ്റെ സ്വഭാവത്തിൽ ശുദ്ധീകരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ശരിയായല്ലോ, അന്നേരം എന്താ വേറെണ്ണം പൊങ്ങി വരുന്നു. മരണം വരെയും ഈ ശുദ്ധീകരണം നമുക്കുണ്ട്. അതുകൊണ്ട് ആത്മീകമായിട്ട് ജീവിക്കുന്നവർക്ക് ശുദ്ധീകരണം, അപ്പൻ മക്കളെ സ്നേഹിക്കുന്നു എങ്കിൽ അവർക്ക് ശിക്ഷണം കൊടുത്ത് വളർത്തുന്നു എന്ന് ചിന്തിച്ച് അല്പം കഷ്ടവും പ്രയാസം വരുന്നത് എനിക്ക് നന്മയ്ക്കാണെന്ന് പറയുകയും ദാവീദ് പറഞ്ഞതുപോലെ എനിക്ക് കഷ്ടം വന്നത് നന്നായി, അത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പഠിക്കാൻ ഇടയായി എന്ന് പറയാൻ ഇടയാകട്ടെ. അങ്ങനെ തന്നെ ഇല്ല, കയറില്ലാത്ത കാളയെപ്പോലെ ജീവിക്കാൻ ഇടയാകാതെ ക്രിസ്തുവിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് ദൈവത്തിൻ്റെ നീതിക്കകത്ത് ജീവിപ്പാൻ പഠിപ്പിക്കും. നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. എത്ര നല്ലവനായ ദൈവം. ആത്മാവിൻ്റെ പകർച്ച തുടങ്ങിയിരിക്കുന്നതിന് സ്തോത്രം. ദൈവം ആത്മാവാണ്. എന്നെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. നിൻ്റെ ആത്മാവ് പകർന്നുകൊണ്ടേയിരിക്കുകയല്ല, അത് നിറഞ്ഞ് നിറഞ്ഞ് തുളുമ്പി പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. നാഥാ, അനേക കുടുംബങ്ങൾക്കും പറയുന്ന അടിയൻ്റെ കുടുംബത്തിനും മക്കൾക്കും തലമുറകൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഇത് ചെന്ന് എവിടെ ഇരിക്കുന്നോ അവിടെ ഇത് ജീവനദി പോലെ ചെന്ന് വീഴണം. ഈ വെള്ളം വീഴുന്നിടത്ത് അവർക്കത് എസ്കേപ്പ് ചെയ്യാൻ വയ്യാത്ത വണ്ണം പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും ആ പാലും തേനും വെച്ച് വിഗ്രഹങ്ങളെപ്പോലും മനുഷ്യർ കഴുകുന്നേ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മക്കളെ നിൻ്റെ വചനമാകുന്ന പാലുകൊണ്ടും നിൻ്റെ വചനമാകുന്ന തേനിലും തേൻകെട്ടയിലും മധുരമേറിയ വചനം കൊണ്ടും ദിനം പ്രതി കഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദുഷ്ടനും അവരെ അപഹരിച്ചു കൊണ്ടുപോകാൻ നീ വിടത്തില്ല. കാരണം ഒരാൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമുള്ളവരാക്കി നിർത്തണം. കർത്താവിൻ്റെ ആത്മാവിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഏത് വിഷയത്തിന് എങ്ങനെ ഉത്തരം കിട്ടുമെന്നും ഏത് വചനമാണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നിങ്ങൾക്ക് എങ്ങനെയാണ് വചനം പറയേണ്ടതെന്ന് തക്ക സമയത്ത് ഞങ്ങൾ തുറക്കുമ്പോൾ നിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും നിറഞ്ഞ് ഓവർഫ്ലോ നിറഞ്ഞ് തുളുമ്പട്ടെ അപ്പച്ച. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. പിശാചിൻ്റെ സകല തന്ത്രങ്ങളും ഈ വെള്ളത്തിൽ ഒഴുകിപ്പോണം കർത്താവേ. ആദ്യമേ അശുദ്ധിയെല്ലാം കഴുകിക്കളഞ്ഞിട്ട് വിശുദ്ധരാക്കി നിനക്ക് യോഗ്യമുള്ള പാത്രങ്ങളാക്കി നിൻ്റെ മാനപാത്രങ്ങളാക്കി ഓരോ കുടുംബത്തെയും അംഗങ്ങളെ ആക്കിയെടുക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.